ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ വൈകുന്നേരമായപ്പം കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് അതൊന്ന് വറ്റിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. മോൻ വരുന്നുണ്ട് ഇന്ന്. അപ്പോൾ അവന് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. അവന് +1 പഠിക്കുന്നത്. അവൻ ഇവിടെയല്ല, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക, കോട്ടയത്താണ്. അപ്പോൾ അവന് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇച്ചിരി സ്പെഷ്യലാക്കണ്ടേ എന്നോർത്ത് ചെമ്മീൻ കറി വെക്കാൻ തുടങ്ങിയപ്പം മോള് പറഞ്ഞു ഞാൻ ഉള്ളിയൊക്കെ വാട്ടി തരാമെന്നും പറഞ്ഞുകൊണ്ട് അവൾ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചെറിയ മോള് രാവിലത്തേക്കുള്ള അരി അവളോട് ഞാൻ വെള്ളത്തിലിടാൻ പറഞ്ഞു. അവളൊരു 3 ഗ്ലാസ് അരിയൊക്കെ വെള്ളത്തിലിട്ട് അത് കഴുകിക്കൊണ്ടിരിക്കുക. ഇവരിങ്ങനെ എല്ലാ പരിപാടിക്കുമൊക്കെ എന്നെ സഹായിക്കും കേട്ടോ. ഒരു സവാളയൊക്കെ വഴറ്റുന്ന സമയം കൊണ്ട് എനിക്കപ്പുറം ഇച്ചിരി തേങ്ങ ചിരണ്ടാനുണ്ട്. ഇതിന് പാല് പിഴിയണം. പിന്നെ ഇച്ചിരി പയർ തോരൻ വെക്കാനുണ്ട്. അതൊക്കെ ഞാൻ ചിരണ്ടുമായിരുന്നു. ഇടയ്ക്ക് ഇവളെ കാണിയല്ല, ഇടയ്ക്ക് അവൾ വരും. അവിടെ ഇട്ടേച്ച് പോയി. ചിലപ്പോൾ അരിഞ്ഞൊക്കെ പോകും, എന്നാലും സാരമില്ല, എല്ലാത്തിനും സഹായിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവൾ സവാളയൊക്കെ വഴറ്റുവാണേ. ഞങ്ങളിങ്ങനെയൊക്കെ കേട്ടോ ചെമ്മീൻ കറി വെക്കുന്നത്. സവാളയും പച്ചമുളകും വഴറ്റും, എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ വഴറ്റി കഴിയുമ്പം ഇച്ചിരി മല്ലിപ്പൊടി ഇടും, ഇച്ചിരി മുളക് പൊടി ഇടും. എന്നിട്ട് നല്ലപോലെ വഴറ്റി കഴിയുമ്പം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അത് നല്ലപോലെ വഴണ്ട് വരുമ്പം ഇച്ചിരി മുളക് പൊടി കുറവാണെന്ന് തോന്നി. അപ്പം കുറച്ച് മുളക് പൊടി കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 2 സ്പൂണും കൂടെ ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ ചെമ്മീനൊക്കെ പറക്കിയിട്ട് നല്ലപോലെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് പുളിയും കൂടി ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കും മൂടി വെച്ചിട്ട്. അത് വേകുന്ന സമയം കൊണ്ട് നമ്മൾ പയർ വേവിച്ചിട്ടുണ്ട്, വൻപയറേ. അതും അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും ഒന്ന് ഒലത്തിയെടുക്കട്ടെ. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കും. എന്നിട്ട് തേങ്ങയും ഉള്ളിയും ചുവന്ന ഉള്ളിയും പച്ചമുളകും കൂടെ ഒതുക്കിയെടുക്കും. അത് ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കും, അതിൻ്റെ വെള്ളം പറ്റുന്ന പോലെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പയറിട്ടിട്ട് നല്ലപോലെ ഉലർത്തിയെടുത്താൽ നല്ല ടേസ്റ്റായിട്ട് കൂട്ടാൻ. അപ്പോൾ അങ്ങനെ വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, വെറുതെ കടുക് പൊട്ടിക്കുന്നേക്കാളും. പിന്നെ ഞങ്ങളൊരു പൊതിച്ചോറുണ്ടാക്കാമെന്ന് ഓർത്താണ്. എന്തെങ്കിലും സ്പെഷ്യലാക്കണ്ടേ. അപ്പം പൊതിച്ചോറുണ്ടാക്കാം. അപ്പം മറ്റവരും പറഞ്ഞു എനിക്കും വേണമെന്ന്. അപ്പം 3 പൊതിച്ചോറ് ഞാനിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചെമ്മീനൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കും. ഇതിലൊരു മഞ്ഞക്കളർ എന്നാന്ന് സംശയിക്കും. ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി അതിനകത്ത് വീണ കേട്ടോ. അതുകൊണ്ടാണ് മഞ്ഞക്കളർ. ഇനി അതൊന്നുകൂടി ഒന്ന് കുറുകി ഒന്നുകൂടി ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ അതാണ് ഇത്. ഞാൻ ഈ ചെമ്മീൻ്റെ തല കറി വെച്ചതാണ്. ഇച്ചിരി പുളിയും മുളകൊക്കെ ഇട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചെമ്മീൻ്റെ തലയായി. ചെമ്മീൻ കറി അതൊന്നുകൂടെ വറ്റി വരണം. ഇനി നമുക്ക് പൊതിച്ചോറ് കെട്ടാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിടുന്നത് മുട്ട. ഇത് ചമ്മന്തിപ്പൊടി കേട്ടോ, നമ്മളിവിടെ ഉണ്ടാക്കിയതാണ്. പായസത്തിന് ക്ലബ്ബിൽ പായസം വെച്ചായിരുന്നു. അതിൻ്റെ ബാക്കി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പീരിയില്ല, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല രസമാണ് കേട്ടോ. മുട്ട പൊരിച്ചതും ചെമ്മീൻ റോസ്റ്റും പിന്നെ നാരങ്ങാച്ചാറും കേട്ടോ. അപ്പം ഞാനിത് പൊതിഞ്ഞ് എടുത്ത് വെക്കട്ടെ കേട്ടോ. ഇതുപോലെ 3 ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പൊതിച്ചോറെന്നും പറഞ്ഞ് എന്നും ഇവിടെ വഴക്കാം. എന്നാൽ പിന്നെ ഇന്നതങ്ങ് ആക്കിയേക്കാമെന്ന് ഓർത്ത് കേട്ടോ. ഇനി അവർ തിന്നാൻ തുടങ്ങി. മോനിപ്പോൾ വരികയില്ല, 10 കുറേ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അവൻ ട്രെയിനിനാണ് പോകുന്നത്. അപ്പോൾ ഇവർ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.